അന്തരിച്ച നടി കവിയൂർ പൊന്നമ്മയ്ക്ക് സാംസ്കാരിക കേരളത്തിന്റെ അന്ത്യാഞ്ജലി എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലും തുടർന്ന് കളമശ്ശേരി മുനിസിപ്പൽ ടൗൺ ഹാളിലും നടന്ന പൊതുദർശനത്തിൽ സാമൂഹിക രാഷ്ട്രീയ ചലച്ചിത്ര രംഗത്തെ പ്രമുഖരും നൂറുകണക്കിന് പൊതുജനങ്ങളും അന്തിമോപചാരമർപ്പിച്ചു. ഭൗതിക ശരീരം ഔദ്യോഗിക ബഹുമതികളോടെ ആലുവയിലെ വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. സംസ്ഥാനത്തെ എല്ലാ വിഭാഗം ആളുകളുടെയും അന്തിമോപചാരം ഏറ്റുവാങ്ങിയാണ് മലയാള ചലച്ചിത്ര രംഗത്തെ അമ്മ കവിയൂർ പൊന്നമ്മ യാത്രയായത്. ഇന്നലെ രാത്രി 10 മണി വരെയും തുടർന്ന് രാവിലെ 8 മുതൽ 8:30 വരെയും എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലും 9 മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെ കളമശ്ശേരി ടൗൺ ഹാളിലും പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ നൂറുകണക്കിന് പേരാണ് അന്തിമോപചാരം അർപ്പിച്ചത്. മലയാളികളുടെ മനസ്സിലെ അമ്മ പ്രതീകമായിരുന്നു കവിയൂർ പൊന്നമ്മയെന്ന മന്ത്രി പി രാജീവ് അനുസ്മരിച്ചു. നഷ്ടമാണ് മലയാള സിനിമാ രംഗത്തും നമ്മുടെ സാമൂഹിക രംഗത്തും സൃഷ്ടിച്ചിട്ടുള്ളത്. ഏറെ കാലമായി നമ്മുടെ എല്ലാവരുടെ മനസ്സിൽ ഒരു അമ്മയുടെ പ്രതീകമായി നിറഞ്ഞു മിന്നിരുന്നത് പൊന്നമ്മ ചേച്ചിയായിരുന്നു. മലയാള സിനിമയ്ക്കും ആലുവയ്ക്കും വലിയ നഷ്ടമാണ് കവിയൂർ പൊന്നമ്മയുടെ മരണത്തിലൂടെ ഉണ്ടായതെന്ന് നടൻ ടിനി ടോം പറഞ്ഞു. അമ്മയുടെ ഓർമ്മകൾ സിനിമയേക്കാൾ കൂടുതൽ ഒരു നാട്ടുകാരൻ എന്ന നിലയിലായിരുന്നു. കാരണം അമ്മ ആലുവക്കാരിയായി മാറിയിട്ട് കുറേ കാലമായി. അപ്പോൾ കൂടുതലും ഞാൻ അമ്മയായിട്ട് സഹകരിച്ചിട്ടുള്ളത് ജനസേവ ശിശുഭവൻ്റെ പല പരിപാടികളിലും. അമ്മ ഒരു അംബാസഡറായിരുന്നു, ഞാനും സഹകരിക്കുന്ന ഒരാളായിരുന്നു. അപ്പോൾ ആലുവയ്ക്ക് വലിയൊരു നഷ്ടമാണ്. കാരണം ആലുവയിൽ ഏതൊരു ഫംഗ്ഷൻ ഉണ്ടായി, നമ്മുടെ നാട്ടിലെ ഏതൊരു പരിപാടി ഉണ്ടെങ്കിലും അമ്മ പങ്കെടുക്കാറുണ്ടായിരുന്നു. രാവിലെ 9 മണിയോടെ മുനിസിപ്പൽ ടൗൺ ഹാളിലെത്തിച്ച മൃതദേഹത്തിൽ നടന്മാരായ മോഹൻലാൽ, മമ്മൂട്ടി, കേന്ദ്രമന്ത്രിയും നടനുമായ സുരേഷ് ഗോപി, സർക്കാരിനു വേണ്ടി മന്ത്രി പി രാജീവ്, മന്ത്രി PA മുഹമ്മദ് റിയാസ്, പ്രതിപക്ഷ നേതാവ് VD സതീശൻ തുടങ്ങിയവരും അന്തിമോപചാരം അർപ്പിച്ചു. ചലച്ചിത്ര അക്കാദമി ചെയർമാന്റെ താൽക്കാലിക ചുമതലയുള്ള നടൻ പ്രേംകുമാർ, സംവിധായകന്മാരായ കമൽ, സത്യൻ അന്തിക്കാട്, സിബി മലയിൽ, സംവിധായകനും നടനുമായ രഞ്ജി പണിക്കർ, മേജർ രവി, മുതിർന്ന നടൻ ജനാർദ്ദനൻ, ബാലചന്ദ്ര മേനോൻ, സിദ്ദിഖ്, ജയസൂര്യ, സുരേഷ് കൃഷ്ണ, ജയൻ ചേർത്തല, രമേശ് പിഷാരടി, വിനു മോഹൻ, നടി അനന്യ, ഹൈബി ഈഡൻ MP, അൻവർ സാദത്ത് MLA, NCP നേതാവ് PC ചാക്കോ, ജോസ് തെറ്റയിൽ, BJP സംസ്ഥാന ഉപാധ്യക്ഷൻ ഡോക്ടർ KS രാധാകൃഷ്ണൻ തുടങ്ങിയവർ കളമശ്ശേരി മുനിസിപ്പൽ ടൗൺ ഹാളിലെത്തി ആദരാഞ്ജലി അർപ്പിച്ചു. തുടർന്ന് 12 മണിയോടെയാണ് ഭൗതികദേഹം കളമശ്ശേരിയിൽ നിന്നും ആലുവ കരുമാലൂരിലെ വീട്ടിലേക്ക് എത്തിച്ചത്. സിനിമാ രംഗത്തെ നിരവധി പ്രമുഖർ വിലാപയാത്രയെ അനുഗമിച്ചു. അമൃത ന്യൂസ്, കൊച്ചി.